ഇനി അടുത്ത ക്വസ്റ്റ്യന് 3A-യും 3B-യും ആണ്. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബൈ വിച്ച് നമ്പർ ഷുഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ബി ഡിവൈഡഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് 12, 15. അപ്പോൾ 12, 15ൻ്റെ ലോവസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 12 എന്ന് പറയുമ്പം 12ലും 15ലും കോമൺ ഡിവിഷൻ ഏതാണ്? കോമൺ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? നമുക്കറിയാം 12ൻ്റെ എടുക്കുകയെന്ന് വെച്ചാൽ 3യും 4ഉം ആണ്. 15ൻ്റെ വെച്ചാൽ 3യും 5ഉം ആണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള 3 ആണ്. അപ്പോൾ നമുക്ക് 12 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 15 ഡിവൈഡഡ് ബൈ 3 എടുക്കാം. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. അപ്പോൾ എത്ര കിട്ടും? 4/5 കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ആൻസർ, 4/5. ഇനി അടുത്തത്, ഇഫ് 16 cakes are divided among 6 people, the portion that each person gets is the same as if 8 cakes are divided equally among how many people? അപ്പോൾ 16 കേക്ക്സ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16ലും 6ലും കോമൺ ആയിട്ടുള്ളതാണ് 2 ആണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 8/3 അല്ലേ? 8/3. ഈ 8/3 നമ്മൾ എത്ര ആൾക്ക് ഡിവൈഡ് ചെയ്താലാണ് ഇതിന് ഈക്വൽ ആകുക എന്നാണ് ക്വസ്റ്റ്യൻ. 8/3 എന്ന് പറയുന്നത് 8/x. ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 8/3 ഡിവൈഡഡ് ബൈ 8/x. അപ്പോൾ 8/3 ഇൻറ്റു x/8. അപ്പോൾ 8ഉം 8ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ 3 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ 3 ആണ്. 3 പീപ്പിളിലാണ് 3 പീപ്പിളിന് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താലേ 16/6ന് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത 42 meters ഓഫ് ക്ലോത്ത് വർ ബ്രോട്ട് ഫോർ എ ഷർട്ട് ഓഫ് ദ യൂണിഫോം. ഇറ്റ് വാസ് കട്ട് ഈക്വലി ടു 24 സ്റ്റുഡൻസ്. ഹൗ മെനി മീറ്റേഴ്സ് ക്ലോത്ത് ഈച്ച് സ്റ്റുഡൻറ്റ് ഗെറ്റ്? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 16/60 കേക്കിൻ്റെ 8/3 ആയി. അപ്പോൾ ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് പോർഷൻ ഈസ് ദ സെയിം ആസ് ഡിവൈഡ് 8 കേക്ക്സ് എമംഗ് അൺനോൺ നമ്പർ ഓഫ് പീപ്പിൾ. നമുക്കറിയില്ല എത്രയാണ്. അപ്പോൾ നമ്മൾ 8/6 എടുത്തു. അപ്പോൾ 8/x ഈക്വൽ ടു 8/3. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ ഇതും കട്ട് ചെയ്ത് പോകും. എക്സ് എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ 8 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 പീപ്പിൾ. ഇനി അടുത്ത് നമ്മളത് എന്താ പറഞ്ഞത്? 42 meters ആണുള്ളത് അല്ലേ? ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 42 meter ആണുള്ളത്. അതിന് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 42 ഡിവൈഡഡ് ബൈ 24. 14ൻ്റെയും 24ൻ്റെയും കോമൺ ആയിട്ട് ഏതാ നമുക്കറിയാം? 6 ആണല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 42 ഡിവൈഡഡ് ബൈ 6, 24 ഡിവൈഡഡ് ബൈ 6. 42 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 7. 24 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 7/4 കിട്ടി. അപ്പോൾ നമ്മൾ 7/4നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നമ്മളിങ്ങനെ എഴുതരുത്. നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കണം? 4/4. ഇനി അതിലെത്ര ബാക്കിയുള്ളത്? 3 ആണല്ലേ? 3/4. 4/4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 3/4. നമ്മുടെ ആൻസർ എത്രയാണ്? 1 3/4 meters എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A statement and reason given below. Statement 2/3 is the lowest term of 24/36. 25/36ൻ്റെ ലോവസ്റ്റ് ഫോം 3/3 ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇത് ശരിയാണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 24 ആൻഡ് 36 ഈസ് 12. വെൻ ദ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഈസ് ഡിവൈഡഡ് ബൈ 12 ദ റിസൾട്ട് ഈസ് 2/3. ശരി തന്നെയല്ലേ? ഇതിൻ്റെ രണ്ട് കോമൺ ആയിട്ടുള്ളത് എത്രയാണ്? 12 ആണ്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3. 36 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ അതാണ് 2/3. അപ്പോൾ ആ റീസണും സ്റ്റേറ്റ്മെൻറ്റൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്, റീസൺ ഈസ് റോങ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ റൈറ്റ് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, റീസൺ ഈസ് റൈറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ റോങ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നമുക്ക് 3B എഴുതാം. ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്
two forms of 1/3, 1/5 having the same denominator. അപ്പം 1/3, 1/5 എന്ന് പറയുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് എഴുതുക 3, 6, 9, 12, 15. ഓക്കെ, 5ൻ്റെ 5, അതേപോലെ 10, 15. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് 15 എടുക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ 1/3നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് 15 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 5/15 കിട്ടി. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് കിട്ടി? 5/15 കിട്ടി. ഒന്ന് നമുക്ക് 5/15 കിട്ടി. 5/15. ഇനി അടുത്തത് ഒന്നുകൂടി കാണണമല്ലോ. 1/3 നമ്മൾ കണ്ടു. 1/5 ആണ് ഇനി കാണേണ്ടത്. 1/5നെ 5ലേക്ക് മാറ്റാൻ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 5 × 3 15. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3/15. അപ്പോൾ രണ്ടെണ്ണം കിട്ടി. 3/50. 5/15ഉം 3/15ഉം ആണ് സെയിം ഡിനോമിനേറ്റർ ഉള്ളത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 21 ഡിവൈഡഡ് ബൈ 27 ബി ദർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/3. വൈ? 21/27 ഈസ് ദർ. ഇത് ഡിഫറെൻറ്റ് ഫോമാണോ വരുന്നത്? ഡിഫറെൻറ്റ് ഫോമല്ല. കാരണം 21 നോക്കൂ, 21ഉം 27ഉം അതിൻ്റെ കോമൺ ഡിവൈസറായിട്ട് നമുക്കൊന്നും കിട്ടൂല. ഓക്കെ, നമുക്ക് 3 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് 3 ആയിട്ട് നോക്കുമ്പോൾ ഇത് ശരിയാന്ന് നോക്കാം. 21 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും, 7 കിട്ടും. 27 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ് കിട്ടുക. 7/9ഉം 2/3ഉം ഒരിക്കലൊക്കെ. അപ്പോൾ ഈ 2/3 എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ടു ചെക്ക് ഇങ്ങനെ വി ക്യാൻ സിംപ്ലിഫൈ 21/20c. അവർക്ക് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 21 ഡിവൈഡഡ് ബൈ 3 7 ആണ് കിട്ടുക. 27 ഡിവൈഡഡ് ബൈ 3 9 ആണ് കിട്ടുക. 7/9 ഈസ് നോട്ട് ഈക്വൽ ടു 2/3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തത്? ദ ഫ്രാക്ഷൻ 21/27 വിൽ നോട്ട് ബി ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/3. ദ റീസൺ ഈസ് ദാറ്റ് ദെയർ ലോവസ്റ്റ് ടേംസ് ആർ ഡിഫറെൻറ്റ് എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനോ 1/3 ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അപ്പോൾ 1/3 ഡിവൈഡഡ് ടു 4 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ 3/4 അല്ലേ. 3/4 അതേതാ അവിടെ ഉള്ളത്? P = Z. P = Z ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. ഓക്കെ, 1/4 ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്, അത് 4/3. 4/3 ഇവിടെ ഉണ്ടോ? അത് QX വരുന്ന ഇതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റു. 2/1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അപ്പോൾ 1/3 + 1/3 അപ്പം 2/3. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഇവിടെ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാനുണ്ട്. 4Aയും 4Bയും അടുത്ത വീഡിയോ കാണാം.